ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട കോൺഗ്രസ് 55 പേരുടെ പട്ടികയാണ് AICC പുറത്തുവിട്ടത്. കണ്ണൂരും തിരുവനന്തപുരവും കോന്നിയും പെരുമ്പാവൂരും അടക്കം തർക്കമുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. CPIM വിമതർ മത്സരിക്കുന്ന സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രാദേശികമായ എതിർപ്പുകളെ അവഗണിച്ച് ചിറയൻകീഴിൽ രമ്യ ഹരിദാസിന് സീറ്റ് നൽകി. വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച സണ്ണി M കബിക്കാടിന് സീറ്റ് നൽകിയില്ല. മുസ്ലിം ലീഗും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും KM ഷാജി വേങ്ങരയിലും ജനവിധി തേടും. MK മുനീറിന് ഇത്തവണ സീറ്റ് നൽകിയില്ല. ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 വനിതകൾ ഇടം നേടിയിട്ടുണ്ട്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയും കൂത്തുപറമ്പിൽ ജയന്തി രാജനും മത്സരിക്കും. തൊടുപുഴയിൽ PJ ജോസഫിന് പകരം മകൻ അപ്പു ജോസഫും മത്സരിക്കും. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. കണ്ണൂർ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന K സുധാകരനെ അനുനയിപ്പിക്കാൻ ഇപ്പോഴും നേതൃത്വത്തിനായിട്ടില്ല. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകിയേക്കില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അല്പം വൈകിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കോൺഗ്രസും എത്തിയിട്ടുണ്ട്. പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച ബാക്കി സ്ഥാനാർത്ഥികളെ കൂടി ഉടൻ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? ശ്യാമിലി അദ്ദേഹം പറഞ്ഞു, അതായത് ഇതൊരു അധികാര പ്രയോഗമാണ് എന്ന് പറഞ്ഞു. ഇനി അത് കോൺഗ്രസ് മനസ്സിലാക്കി വന്ന് ആ കാര്യത്തിലൊരു വിശദീകരണം വരുമ്പോഴേക്ക് വൈകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഞാൻ കാണുന്നുമില്ല. കാരണം മുൻ KPCC പ്രസിഡന്റ് K സുധാകരനടക്കം സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാതെ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ ഇതിങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മളെല്ലാം നേരത്തെ CK ജാനുവിൻ്റെ പാർട്ടി UDF-ലേക്ക് വരുമ്പോഴും സണ്ണി M കബിക്കാടിന് സീറ്റ് വാഗ്ദാനം ചെയ്യുമ്പോഴുമൊക്കെ അത് ആ ഘട്ടത്തിലും ചർച്ചയായതാണ്. ആ ഘട്ടത്തിലൊക്കെ VD സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ആ കോൺഗ്രസ് ഒരു പ്രത്യേക തരത്തിൽ കേരളത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ആ സാധ്യത തൽക്കാലം കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതൃപ്തിയുള്ള മറ്റ് പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതും കൂടെ കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിലെ വിഷമം പരസ്യമാക്കി K സുധാകരൻ MP. നമുക്ക് നിലയും വിലയും ഒന്നുമില്ല, ആ വിഷയത്തിൽ ആരും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നും K സുധാകരൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരനെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. നമുക്ക് നിലയും വിലയൊന്നുമില്ല, ഒന്നും വിളിച്ചിട്ടില്ല. നിലയും വിലയില്ല എന്ന് പറഞ്ഞാൽ അതാ വിളിച്ചിട്ടില്ലെന്നേ, എന്നെ വിളിക്കണ്ടേ. സീറ്റ് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. പെരുമ്പാവൂരിൽ കഴിഞ്ഞ 10 വർഷക്കാലം വലിയ പ്രവർത്തനങ്ങൾ നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി. PP തങ്കച്ചൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരമൊരു ചർച്ച പോലും ഉണ്ടാകില്ല എന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. പ്രവർത്തനത്തിലൊരു വീഴ്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നന്നായി പ്രവർത്തിച്ചു. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം പെരുമ്പാവൂരിലെ MLA എന്ന രീതിയിൽ 2500 കോടി രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവന്നു. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ചരിത്രത്തിലാദ്യമായി UDF-ന് ഭരണം കിട്ടി. എല്ലാം ഞങ്ങൾ ഭരിക്കുകയാണ്, ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സാറില്ലാത്തതിൻ്റെ ഒരു നഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചർച്ച പോലും ഉണ്ടാകുമായിരുന്നില്ല ചിലപ്പോൾ, ഒരുപക്ഷെ സാറുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ സാറില്ലെങ്കിലും എൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ എനിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ബാക്കി സീറ്റുകളിലെ പ്രഖ്യാപനം നാളെയും മറ്റന്നാളുമായി പൂർത്തീകരിക്കുമെന്ന് K മുരളീധരൻ പറഞ്ഞു. നല്ല റിസൾട്ടാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. തർക്കം കൊണ്ടല്ല പ്രഖ്യാപിക്കാൻ വൈകിയതെന്നും K മുരളീധരനും പറഞ്ഞു. തർക്കം കൊണ്ടല്ല, അത് മറ്റേ ഘടകകക്ഷികളുടെ കാര്യങ്ങളും കൂടെ തീരുമാനിച്ചതിന് ശേഷമാണ്. അതിലൊന്ന് തിരുവനന്തപുരം സെൻട്രലിൽ CMPക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ തന്നെ തീരുമാനിക്കും. വട്ടിയൂർക്കാവില് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വിജയസാധ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ ഏതായാലും 1ാം സ്ഥാനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. 2-3 കാര്യം ഒക്കെ അവർ തീരുമാനിച്ചോട്ടെ. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ പാർട്ടി എടുത്ത തീരുമാനത്തെ സർവാത്മന അംഗീകരിക്കുന്നുവെന്ന് MK മുനീർ പറഞ്ഞു. പാർട്ടി പറയുന്നത് പൂർണ്ണമായും അനുസരിക്കാൻ താൻ ബാധ്യസ്ഥൻ. പുതിയ ആളുകൾ വരുമ്പോൾ അവസരം നിഷേധിക്കാൻ പാടില്ലെന്നും MK മുനീർ പറഞ്ഞു. ഈ പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അതിന് സ്വാഗതം ചെയ്യും. പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം നിഷേധിക്കാൻ പാടില്ലല്ലോ. കാരണം തലമുറകൾ ഇങ്ങനെ കൈമാറി പോകേണ്ടതാണ് രാഷ്ട്രീയം. മത്സരരംഗത്ത് നിന്ന് മാറുന്നതിൽ വിഷമമൊന്നുമില്ലെന്ന് PJ ജോസഫ് പറഞ്ഞു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് മത്സരരംഗത്ത് നിന്ന് മാറുന്നത്. പാർട്ടിയെ നയിക്കാൻ എപ്പോഴും താൻ ഉണ്ടാകും. ഇടുക്കിയും ഏറ്റുമാനൂരും വിട്ടുകൊടുത്തത് ഒരു തവണത്തേക്ക് മാത്രമാണെന്നും PJ ജോസഫ് പറഞ്ഞു.
എന്തുകൊണ്ട് സാറ് മാറിയിരുന്നു എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്? ആരോഗ്യപരമായ കാരണങ്ങൾ. സജീവമായ പ്രചരണ രംഗത്ത് ഉണ്ടാവുമോ? ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് സാറ് തന്നെയായിരിക്കില്ലേ? പാർട്ടിയെ നയിക്കുന്നത് പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ തന്നെ. പാർട്ടിയുടെ ഞങ്ങളുടെ ഏക നേതാവ് ജോസഫ് സാറാണ്. അദ്ദേഹം പാർട്ടിയെ ശക്തമായി നയിക്കും. സാറേ, ഈ 2 സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ പ്രവർത്തകർക്ക് വലിയ വികാരമുണ്ട്. എങ്ങനെയാണ് അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അത് വൺ ടൈം തവണ മാത്രമാണ് പിന്നെ പ്രത്യേക ഒരു കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന ആ പട്ടിക വന്നിരിക്കുന്നു. പട്ടിക കണ്ടപ്പോൾ എന്ത് തോന്നി? പട്ടികയിൽ നമ്മൾ കാത്തിരിക്കുന്നതൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നി. അതായത് പട്ടികയിൽ ഇനി ഒരു 10-35 സീറ്റിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനുണ്ട്. അവിടെയാണ് തർക്കമുള്ളത്. ബാക്കിയൊന്നും വന്നിട്ടില്ല. അതായത് ഇത്രയും നേരത്തെ തന്നെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതാണ്ട് ഇത്രയും ആദ്യഘട്ടത്തിലൊരു 30-31 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ തീരുമാനമായതാണ്. പിന്നീട് അത് 50 എന്നുള്ള നിലയ്ക്ക് വന്നു. 55 പേരുടെ ഇപ്പോൾ പ്രഖ്യാപിച്ചു. അതായത് ഇനി അങ്ങോട്ടാണ് 10-35 സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കാനുള്ളത്. അവിടെയാണ് ഈ നമ്മൾ വിചാരിക്കുന്ന ഈ വാർത്ത ഇരിക്കുന്നത് അവിടെയാണ് എന്നുള്ളതാണ് പ്രശ്നം. കാരണം അവിടെ എങ്ങനെയാണ് തീരുമാനങ്ങൾ ഇനി ഉണ്ടാവുക എന്നുള്ളത്. ഇതുവരെയുള്ള പ്രഖ്യാപനം നമുക്ക് പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് UDFൻ്റെ ഭാഗത്ത് നിന്ന് പല പ്രഖ്യാപനങ്ങൾ വന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നിപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ്. അത് വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. കാരണം എല്ലാ ഭാഗത്തും തൊട്ട് ഒരു സ്ഥാനാർത്ഥി പട്ടിക അവർ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു, അവരുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം കടിഞ്ഞാനിട്ട് പിടിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് MK മുനീറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് അടക്കം ആ കാര്യത്തിൽ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നു. പക്ഷേ അത് MK മുനീറിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ PMA സലാമിനെ പോലെയുള്ള ആളുകൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ കരുതി. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് പല മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരുമ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ ആ മറ്റുള്ളൊരു ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന് അദ്ദേഹവും തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് അദ്ദേഹവും കടന്നു വരാൻ തയ്യാറായില്ല. KP മജീദിൻ്റെ കാര്യം അവിടെ എടുത്ത് പ്രത്യേകം പറഞ്ഞു. ബാക്കി പിന്നെ അവശേഷിക്കുന്നവരിൽ പിന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ, മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ ചിലർക്കാണ് പ്രതിഷേധമുള്ളത്. അദ്ദേഹവും ആ പ്രതിഷേധം അങ്ങനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആദ്യം അദ്ദേഹം ഒരു Facebook പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അത് ഭയങ്കര പക്ഷേ എന്തായാലും ആ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി വളരെ കൗതുകകരമാണ്. കാരണം അദ്ദേഹം പോസ്റ്റ് ഇട്ടത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അകക്കാൻ പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു, പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരെ തിരിച്ചറിഞ്ഞ് അംഗീകാരം കൊടുത്ത മഹാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇത്രയും പോസ്റ്റ് ഇട്ടാൽ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ പടവും ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഓക്കെ, പട്ടിക പുറത്തിറങ്ങി. അപ്പോൾ പണ്ടൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ പാണക്കാട് തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ആ പട്ടികയൊക്കെ കൃത്യമായി ആ നിലയ്ക്ക് ആളുകളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഇടുമായിരുന്നു. ഇപ്പോൾ അതില്ല എന്നുള്ളതല്ലേ നമുക്ക് ബോധ്യപ്പെടുക. കുറച്ച് നേരം ആ പോസ്റ്റ് അവിടെ ഇങ്ങനെ നിലനിർത്തിയിട്ട് പതുക്കെ അതിനോട് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഒരു പട്ടികയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു നേതൃത്വം ഉണ്ട് എന്നുള്ളതാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വളരെ അത്രയേ ഉള്ളൂ പ്രതിഷേധം. അതായത് ആ ഒരു പ്രതിഷേധം ഒന്ന് കത്തിച്ചിട്ട് അവസാനിപ്പിക്കാനുള്ള പ്രതിഷേധമേ തൽക്കാലം ലീഗിലുള്ളൂ. പിന്നെ നൂർബീന റഷീദിൻ്റെ പ്രതിഷേധം, അതെന്താണ്? ജയന്തി രാജനെ എന്തിനു മത്സരിപ്പിക്കുന്നു, ഇപ്പുറത്ത് ഫാത്തിമ തഹലിയെ എന്തിനു കൊണ്ടുവന്ന് നിർത്തുന്നു എന്നൊക്കെയുള്ള ചില പ്രതിഷേധങ്ങളാണ്. ആ പ്രതിഷേധങ്ങളും നൂർബീന റഷീദിൻ്റെ പ്രതിഷേധം ആ നിലയ്ക്ക് ലീഗിൽ ഏതെങ്കിലും തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി പ്രതിഷേധം. ലീഗിൻ്റെ പട്ടിക പൂർത്തിയായിരിക്കുന്നു. അവരിനി 2 സ്ഥലത്ത് മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അത് ഉറപ്പുള്ള മണ്ഡലങ്ങളിലല്ല. ആ കാര്യത്തിൽ കൂടി തീരുമാനമായി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി പട്ടിക എതിർപ്പില്ലാതെ. അപ്പോൾ UDFൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഒരു പട്ടിക പൂർത്തിയായത് മുസ്ലിം ലീഗിൻ്റെയാണ്. ആ പട്ടിക ശ്രദ്ധിച്ചാലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പല ഉറച്ച മണ്ഡലങ്ങൾ, ഇപ്പം കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഏറ്റവും ഉറച്ച മണ്ഡലമാണ്. അവിടെ ഇപ്പം വലിയ പോരാട്ടത്തിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഒരു തരക്കേടില്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നാൽ ലീഗിന് അവിടെ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു. ഒന്നിലേറെ ആളുകളെ അത്തരത്തിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്നു. നവാസിന് സീറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പുതിയ യുവത്വത്തിന്
കൂടുതൽ ഇടം കൊടുക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഫാത്തിമ തഹലിയെ പോലുള്ള ഒരു ആൾ കാൻഡിഡേറ്റായി വരുന്നത് പേരാമ്പ്ര പോലുള്ളൊരു മണ്ഡലത്തിലാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ ഒരു അവരുടെ മണ്ഡലമല്ല, ലീഗിൻ്റെ മണ്ഡലമല്ല, UDFൻ്റെ മണ്ഡലമല്ല. മാത്രമല്ല TP രാമകൃഷ്ണനെ പോലെ ശക്തനായ ഒരു നേതാവ് മത്സരിക്കുന്ന മണ്ഡലം അദ്ദേഹം അവിടെ ഇടതുമുന്നണിയുടെ ഉറച്ച മണ്ഡലമാണ്. പക്ഷേ ചില കണക്കുകൂട്ടലുകൾ അവിടെ അവർക്കുമുണ്ട്. കാരണം പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ പരിരൂപപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഷാഫി പറമ്പിലൊക്കെ വന്ന് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച, അതായത് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ച പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം അവർ അവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ പിന്നെ വേങ്ങരയിലേക്ക് KM ഷാജിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് പോയത് മാത്രമേ എനിക്കതിനകത്ത് കൗതുകമുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ ഭൂരിപക്ഷം ഇനിയൊന്ന് കുറഞ്ഞ് വിജയിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവാത്തത് കൊണ്ട് ഉറപ്പായും ഏറ്റവും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള മലപ്പുറത്തേക്ക് അദ്ദേഹം മാറിപ്പോകുന്നു. ലീഗ് ആഗ്രഹിക്കുന്നതും ഒരു പ്രഖ്യാപിക്കുന്നതും മലപ്പുറത്ത് നിന്ന് ഇത്തവണ ഇടതുമുന്നണിയെ എന്താണ് ചിത്രത്തെ ഇല്ലാതെ മായ്ച്ചു കളയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെത്രത്തോളം നടപ്പാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം മറ്റു പല മണ്ഡലങ്ങളും ഉണ്ട്. അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലവും ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ പരാജയപ്പെടുന്ന ചരിത്രവും മുമ്പുണ്ടല്ലോ. പിന്നെ കൊടുവള്ളിയിലേക്ക് വന്നാൽ ഇപ്പുറത്ത് മലപ്പുറത്തിന് വെളിയിലേക്ക് ഒക്കെ ഉള്ളത് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ അവിടെ PK ഫിറോസിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നല്ല കാൻഡിഡേറ്റാണ്. പക്ഷേ അവിടെ നല്ല ഫൈറ്റ് നടത്തേണ്ടി വരും PK ഫിറോസ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഉറച്ചു വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളല്ല കേട്ടോ ഇതെല്ലാവരും. മത്സരത്തിൽ നല്ല മത്സരം കാഴ്ചവെക്കേണ്ട സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ കാഴ്ചവെക്കാൻ കഴിവുള്ളവരെ അവിടെ രംഗത്തിറക്കിയിരിക്കുന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് സൗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇദ്ദേഹം MK മുനീറാണ് അവിടെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ MK മുനീറിനെ ഒഴിവാക്കിയതിൽ ആർക്കും പരാതി പറയാനില്ലാത്ത മട്ടിലാണ് അവിടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് മൊത്തത്തിൽ നോക്കിയാൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഓക്കെ. ഇനി കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു അനീതി എന്ന് പറയുന്നത് ഒരു അധികാര പ്രയോഗമെന്ന് സണ്ണി M കവിക്കാട് പറഞ്ഞതിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയാൽ, അതായത് സ്ഥാനാർത്ഥിയാക്കും എന്ന് വാഗ്ദാനം നൽകുകയും അത് പരസ്യമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചാനൽ ചർച്ചകളിലേക്ക് അത് വരികയും സണ്ണി M കവിക്കാട് തന്നെ അത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ പരിചയക്കുറവാണ് എന്നുള്ളത് വേറൊരു കാര്യം. കാരണം അങ്ങനെ അദ്ദേഹം ആ ചർച്ചയ്ക്ക് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ഞാൻ വൈക്കത്ത് മത്സരിക്കുന്നു എന്നുള്ളത് അദ്ദേഹവും കൂടി പ്രഖ്യാപിക്കാവുന്ന ഒരു സാഹചര്യം തൽക്കാലം UDFിലും കോൺഗ്രസിലും ഇല്ല എന്നുള്ളത് അദ്ദേഹവും തിരിച്ചറിയേണ്ടിയിരുന്നു. കാരണം അങ്ങനെ കോൺഗ്രസിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല. തീരുമാനം കൈക്കൊള്ളുന്നത് VD സതീശനല്ല. VD സതീശൻ്റെ കയ്യിലല്ല കോൺഗ്രസിൻ്റെ ചരട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ആ ചരട് പലരുടെ കയ്യിലായിട്ടിരിക്കുന്ന ചരടാണ്. കുതിര പല വഴിക്ക് ഓടും. ആർക്കാണ് കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയുക ആ വഴിക്കാണ് കാര്യങ്ങൾ സഞ്ചരിക്കുക. ഇപ്പോൾ എന്തായാലും തൽക്കാലം VD സതീശൻ നിയന്ത്രിക്കുന്ന വഴിക്കല്ല കുതിര ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആണ് സണ്ണി M കവിക്കാടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇനി കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ കോൺഗ്രസ് ചില മണ്ഡലങ്ങളിലെ കാര്യമൊക്കെ ഏത് മണ്ഡലമാണെന്ന് നമ്മൾ ഈ സാഹചര്യത്തിൽ എടുത്തു പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ മത്സരം ഉപേക്ഷിച്ച പോലെയുള്ള ഒരു പ്രതീതി നമുക്ക് ഉണ്ടായി. അത് അതിൽ ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ശ്യാമിലിക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റുമായിരിക്കും. അതായത് ചില മണ്ഡലങ്ങളിൽ അങ്ങനെ കുറച്ചുകൂടി കരുത്തരായ ഒരു സ്ഥാനാർത്ഥി, ഇവരെല്ലാം മോശക്കാരാണെന്നൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ഒരു പോരാട്ടം നടത്താൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളുണ്ട്. അതായത് ഇത്തവണ ചില പ്രത്യേക കാരണങ്ങളാൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്ന മണ്ഡലങ്ങളിൽ പക്ഷേ താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളെയാണോ നിർത്തിയിരിക്കുന്നത് എന്നുള്ള സംശയം ഇപ്പോഴുണ്ട്. ഇനി ബാക്കിയുള്ള പട്ടിക കൂടി വരുമ്പോഴാണ് കൂടുതൽ പറയാൻ കഴിയുക. പിന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അതായത് പിളരും തോറും വളരും തോറും പിളരുമെന്നാണ് മാണി സാറ് ഈ കേരള കോൺഗ്രസ് എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ അത് ആത്യന്തികമായി കേരള കോൺഗ്രസ് എന്നുള്ള സങ്കല്പം ഒരു തകർച്ചയുടെ വഴിയിലാണ് എന്ന് കൂടുതൽ വ്യക്തമാവുന്ന തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്. കാരണം 2 സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് ഏറ്റുമാനൂരും ഏതാണ് ഒരു സീറ്റ് കൂടി, ഇടുക്കി സീറ്റും, ഈ 2 സീറ്റും വിട്ടുകൊടുക്കേണ്ടി വന്നത് അവർ മത്സരിച്ചാൽ അവിടെ ജയിക്കില്ല എന്നുള്ള സ്ഥിതി ഉള്ളത് കൊണ്ടാണ്. അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. ഈ ഒരു തവണത്തേക്ക് മാത്രം ഞങ്ങൾ കൊടുത്തതാണെന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആ സീറ്റുകൾ അപ്പോൾ കയ്യിലുള്ളത് 2 നഷ്ടപ്പെടുത്തി. ഇപ്പോൾ കയ്യിലുള്ളത് ചിലത് കൂടി കോൺഗ്രസ് നോട്ടമിട്ടിരുന്നു. അതിൽ ഇനി ചില പൊട്ടിത്തെറി വരാനിരിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അനിൽ ബോസിനെ പോലെയുള്ള നേതാക്കന്മാർ ഉറപ്പായും
പിടിച്ചെടുക്കണമെന്നും മത്സരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന കുട്ടനാട് പോലുള്ള സീറ്റുകൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമാവണമെങ്കിൽ ഇനിയുള്ള 35 സീറ്റുകളിലെ പ്രഖ്യാപനം കൂടി വരണം. ശ്യാമലി, അതെ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു പട്ടികയായിരുന്നെങ്കിൽ ഈ പട്ടിക നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നു, ഈ 55 പേരുടെ പട്ടിക. പക്ഷെ ആർക്കും പരിക്കില്ലാത്ത, ആരുടെയും മുറിവേൽപ്പിക്കാത്ത, വേദനിക്കാത്ത ഒരു പട്ടികയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ പട്ടികയുടെ ഉള്ളിലെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഭരണം പിടിക്കണമെങ്കിൽ തലസ്ഥാനം പിടിക്കണമെന്നാണല്ലോ സാധാരണ പറയാറ്. തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളാണുള്ളത്. 13 എണ്ണവും LDF-നൊപ്പമാണ്, 1 മാത്രമാണ് UDF-നൊപ്പം ഉള്ളത്. അതിൽ തന്നെ വിൻസെൻറ്റിന് കോവളത്ത് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരിടത്തും 3 ആകെ UDF കോൺഗ്രസ് ഇന്ന് സീറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നേമം, ഈ പറയുന്ന പോലെ വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം. വട്ടിയൂർക്കാവിൽ ഓൾറെഡി ഉണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് കൊടുത്തതുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് എന്നും പറയുന്നു. പക്ഷേ ഇവിടെയൊക്കെ കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് അവിടെ. അതായത് NDA അവിടെ ശക്തമായ മത്സരം, BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലങ്ങളിൽ കാലേകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് നിലവിൽ കോൺഗ്രസ് തയ്യാറെടുത്തിട്ടില്ല. മാനസികമായെങ്കിലും അവരുടെ ഉള്ളിൽ അത്തരമുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ തിരുവനന്തപുരം പോലെയുള്ള ഒരു ജില്ലയിൽ 3 സീറ്റ് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആദ്യഘട്ട പട്ടിക ഇറക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നേരെ നമ്മൾ എറണാകുളത്തേക്ക് വരും. എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ തേരോട്ടമുള്ള, അവരുടെ ഉറച്ച ജില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന സീറ്റിൽ പോലും അവർക്ക് പലയിടത്തും സീറ്റിന് ആളുകളെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. കൊച്ചിയിൽ പ്രഖ്യാപിച്ചിട്ടില്ല, പെരുമ്പാവൂരിൽ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നില്ല. ഈ സീറ്റുകളൊക്കെ ഒഴിച്ചിടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ സഭയെ കൂടെ അനുനയിപ്പിക്കേണ്ട ഒരു നിലവിൽ ഒരവസ്ഥ ഈ കോൺഗ്രസിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്. അത് പെരുമ്പാവൂരിൽ എൽദോസിനായി ഐക്ക് വേണ്ടി നമ്മുടെ രമേശ് ചെന്നിത്തല ചരട് വിളിക്കുമ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് ഷിയാസിനെ കൊച്ചി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ സഭയുടെ പ്രശ്നം അവിടെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹവും അവിടെ ഒരു സേഫ് സോൺ തേടി അയാൾക്കൊരു സീറ്റെങ്കിലും ഉറപ്പിച്ചെടുക്കണം എന്ന് VD സതീശനും ആലോചിക്കുന്നതിൽ വലിയ തെറ്റൊന്നും കാണാനില്ല. പക്ഷേ അവിടെ ഒരു ഗ്രൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. എറണാകുളത്തേക്ക് വരുമ്പോഴുള്ള കാര്യം, ഇനി എറണാകുളത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കോന്നി സീറ്റില്ല, കണ്ണൂർ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതിനർത്ഥം MP-മാരുടെ മത്സരിക്കുന്ന കാര്യത്തിൽ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്കൊരു അവസാന വാക്ക് ഇതുവരെയും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പയ്യന്നൂർ, അമ്പലപ്പുഴ ഈ സീറ്റുകളിലും നിലവിൽ മിണ്ടാട്ടമില്ല. അതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഘട്ടം വരെയും തീരുമാനമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊന്ന്, വർക്കിംഗ് പ്രസിഡന്റിൻ്റെ പിടിവാശിക്ക് വഴങ്ങി എന്തായാലും പാലക്കാട് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ നിലവിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് MP ഷാഫി പറമ്പിലായിരിക്കുമ്പോൾ MLA കൂടെ എൻ്റെ കൂടെ വേണമല്ലോ എന്ന നിലയ്ക്ക് ഷാഫിയുടെ പിടിവാശിക്ക് വഴങ്ങിയിട്ടാണ് നിലവിൽ അവിടുത്തെ പ്രാദേശിക എതിർപ്പുകൾ മറികടന്ന് ഷാഫിക്ക് വേണ്ടി ഉള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ് നിലവിൽ രമേശ് പിഷാരടി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമാണ് ഈ പട്ടികയിലുള്ള ഒരു സർപ്രൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഘടകകക്ഷിയായ CK ജാനുവിനെ ഏതായാലും തള്ളിയിട്ടുണ്ട്. കാരണം വയനാട് എല്ലാ സീറ്റുകളിലും ആളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിലെവിടെയായിരുന്നു ഈ മാരത്തൺ ചർച്ചയുടെ ഒരു ആവശ്യം? ചർച്ചയുടെ ആവശ്യം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ പട്ടികയൊക്കെ നേരത്തെ എന്തായാലും കോൺഗ്രസിന് പ്രത്യേകം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ദിവസമുള്ള VD സതീശൻ്റെ പിരിമുറുക്കത്തിന് പിന്നിൽ ഇതല്ല കാരണം. അതിനി വരാനുള്ള 35 സീറ്റുകളിൽ നിന്നായിരിക്കും. ആ പിരിമുറുക്കത്തിൻ്റെ, ആ തർക്കത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മളെ മാധ്യമങ്ങളോട് ശോഭിക്കുന്നതും മറ്റ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനൊക്കെ പിന്നിൽ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ. നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ പുറത്തുവന്ന കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആശ്വാസവും ആവേശവും ചെറുതല്ല. പട്ടിക വന്നയുടൻ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിവേഗം ആരംഭിക്കാനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. OJ ജനീഷ്, KM അഭിജിത്ത് തുടങ്ങിയ യുവാക്കളെ മത്സരരംഗത്തിറക്കി പുതിയ തലമുറയെ പരിഗണിക്കുന്നുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കാൻ UDF-ന് സാധിക്കുന്നത് എന്നതിൽ തർക്കവുമില്ല. എന്നാൽ അതിശക്ത മത്സരം പ്രതീക്ഷിക്കുന്ന നേമം, തിരുവനന്തപുരം സെൻട്രൽ, തൃപ്പൂണിത്തുറ തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രതീക്ഷകളെ തുരങ്കം വെക്കുന്നുണ്ട്. MP-മാരുടെ മത്സര മോഹങ്ങളിലും ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് സാധിക്കാത്തത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. എതിർ മുന്നണികളെല്ലാം പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിയ ഈ ഘട്ടത്തിൽ തർക്ക സീറ്റുകളിലെ അനിശ്ചിതത്വം കോൺഗ്രസിന് തിരിച്ചടിയായേക്കാം. പടലപ്പിണക്കങ്ങളും വ്യക്തിഗത താല്പര്യങ്ങളും മാറ്റിവെച്ച് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ എത്രയും വേഗം പ്രഖ്യാപിക്കാൻ നേതൃത്വത്തിന് സാധിക്കുമോ എന്നതിലാകും UDF-ന്റെ ഭാവി തീരുമാനിക്കപ്പെടുക. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ പടയോട്ടത്തിൽ തർക്കങ്ങൾ സമവായങ്ങളാകുമോ അതോ പുതിയ വിള്ളലുകൾക്ക് വഴിമാറുമോ എന്നതും വരും മണിക്കൂറുകളിൽ കണ്ടറിയാം.